നമസ്കാരം. ഇന്ന് നമ്മുടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ ഇറാനെയാണോ? അല്ല, മറ്റൊരാളെയാണ്. ഉത്തര കൊറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തലവനായിരിക്കുന്ന കിം ജോങ് ഉൻ എന്ന് പറയുന്ന ശക്തനായ നേതാവ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കിം ജോങ് ഉന്നിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട്. കിം ജോങ് ഉൻ ഈ പറയുന്ന നെക്സ്റ്റ് മൊമെൻറ്റ് എന്ത് ചിന്തിക്കുന്നു എന്നുള്ള കാര്യം സ്വന്തം ഭാര്യയ്ക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. എന്തും ചെയ്യാം, ഏത് കൈവിട്ട കളിക്കും തയ്യാറായി നിൽക്കുന്ന ശക്തനായ നേതാവ്. എന്തുകൊണ്ടായിരിക്കാം കിം ജോങ് ഉൻ ഇത്രയ്ക്ക് ശക്തനായി നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇത്തരം നിലപാട് തന്നെയാണ്. അതോടൊപ്പം തന്നെ റഷ്യ പോലെയുള്ള ഒരു രാജ്യം അദ്ദേഹത്തെ ആശീർവദിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് പറയുന്നതാവും ശരി. അപ്പോൾ റഷ്യ, ചൈന ഈ രണ്ട് രാഷ്ട്രങ്ങളോട് മാത്രമേ ഉള്ളൂ കിം ജോങ് ഉൻ അത്ര വലിയ അലമ്പ് കാണിക്കാത്തത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിം ജോങ് ഉന്നിനെ സംബന്ധിച്ച് അവരൊക്കെ ഒരു വലിയ കക്ഷികളാണ്. അവരുടെ പിന്തുണ എപ്പോഴും തനിക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ഈ കിം ജോങ് ഉൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിം ജോങ് ഉന്നിന് നെക്സ്റ്റ് മൊമെൻറ്റ് എന്ത് ചിന്തിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ബോധ്യവും ഇല്ലാത്തതുകൊണ്ട് തന്നെ കിം ജോങ്ങിനെ അല്പം ഭയപ്പാടോടുകൂടി തന്നെയാണ് അമേരിക്ക പോലെയുള്ള രാജ്യം കാണുന്നത്. ഇവിടെ ഇറാനെ സംബന്ധിച്ച് ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറാന് പിന്തുണ കൊടുക്കാൻ തന്നെയാണ് കിം ജോങ് ഉൻ തീരുമാനിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ഇറാനെക്കുറിച്ച് അറിയാൻ വയ്യാത്ത കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ലോകത്തിലെ 10ാമത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്. 10ാമത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ ഈ ഇറാനെ സംബന്ധിച്ച് ഇപ്പോഴും പറഞ്ഞ് ഞങ്ങൾ ഇറാനെ നിരായുധീകരിച്ചു എന്ന് എങ്ങനെയൊക്കെ പറഞ്ഞിരുന്നാലും ശരി, ഇറാനെ അങ്ങനെ പൂർണ്ണമായി നിരായുധീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അമേരിക്ക പോലും കണ്ടെത്താത്ത തരത്തിലുള്ള ആയുധ ശേഖരം, മിസൈലുകളായിട്ടും ഡ്രോണുകളായിട്ടും എല്ലാം ഹൈപ്പർസോണിക് മിസൈലുകൾ വരെ ഇവരുടെ ആയുധ ശേഖരത്തിലുണ്ട് എന്നുള്ളതാണ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഡോളറുകൾ മുടക്കി, എന്ന് വെച്ചാൽ കോടികൾ മുടക്കിയിട്ട് ഒരു മിസൈൽ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അത് ഇവിടെ പരീക്ഷിക്കുന്നു. പക്ഷേ അത് പോയി കഴിഞ്ഞാൽ സാമ്പത്തികമായി അത്രയും തുകയുടെ ഒരു ടൈറ്റ് അല്ലെങ്കിൽ ഒരു ഞെരുക്കം അമേരിക്ക പോലെ ഒരു രാജ്യത്തിനുണ്ടാകും. അത് സ്വാഭാവികമാണ്, എത്ര വലിയ സമ്പന്ന രാഷ്ട്രമാണ് എന്ന് പറഞ്ഞാലും. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും തുക മുടക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഉള്ള ഇതിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇറാൻ കുറഞ്ഞ വിലയിൽ നിന്ന് കൂടുതൽ മിസൈലുകൾ ഉണ്ടാക്കി വെക്കും. ഇപ്പോൾ അവർക്ക് മൊബൈൽ ലോഞ്ചറുകളുണ്ട്. ഈ മൊബൈൽ ലോഞ്ചർ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമാണ്. എന്തുകൊണ്ടാണെങ്കിൽ ഈ മൊബൈൽ ലോഞ്ചർ വെച്ച് എവിടെയാണ് സ്ഥാപിച്ചിട്ട് എങ്ങോട്ടാണ് ഇറാൻ ആക്രമിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു പിടിയില്ല. പിന്നെ ഇവരുടെ ആണവായുധങ്ങളും മിസൈൽ പാർക്കും എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏകദേശം ഭൂമിക്കടിയിൽ ഏകദേശം 500 മീറ്ററോളം അടിയിൽ ഇവർ പർവ്വതങ്ങൾ തുരന്നിട്ടുമൊക്കെ ഈ സാധനങ്ങളെല്ലാം വളരെ സേഫാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ചൊരു ആക്രമണം നടത്തിയാൽ പോലും ഇത് കണ്ടുപിടിക്കുകയോ നിരായുധീകരിക്കുകയോ നടക്കുന്ന കാര്യമേ അല്ല എന്നുള്ള വസ്തുതയാണ്. ഏറ്റവും ഒടുവിൽ അമേരിക്ക തളർന്നു നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഹൈപ്പർസോണിക് മിസൈലുകൾ അടക്കമുള്ള സാധനങ്ങൾ ഇപ്പോഴും കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന ഇറാനെ സംബന്ധിച്ച് അമേരിക്കയെ പോയിക്കുന്നത് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. ഇനി ഈ പറയുന്ന പോലെ വ്യോമയുദ്ധം അങ്ങോട്ട് അവസാനിച്ചു കഴിഞ്ഞാൽ കരയുദ്ധം എടുത്ത് പ്രയോഗിക്കാനാണെങ്കിൽ പോലും ഇറാൻ തയ്യാറാണ്. കാര്യം ലോകത്തിലേക്ക് 10ാമത്തെ സൈനിക ശക്തിയാണ്. അതും അപ്പോൾ ഈ കരയുദ്ധത്തിൽ ഇറാനെ മറികടക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസകരമായ കാര്യമാണ് എന്നുള്ള വസ്തുതയാണ്. പല തരത്തിൽ ഇവരെ വരിഞ്ഞു മുറുക്കാം. ഉപരോധങ്ങൾ, ഇപ്പോൾ ഹോർമുസ് കടലിൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം UAE അവരുമായുള്ള വ്യാപാര കരാർ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരു പക്ഷേ ഇവർക്ക് അതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞേക്കാം. അതിനപ്പുറത്തേക്ക് നിരായുധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രയാസകരമായ കാര്യമാണ്. ഇനിയും കിം ജോങ് ഉൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാം, എൻ്റെ പൗരന്, അതായത് എൻ്റെ രാജ്യത്തെ ഒരു പൗരന് എന്തെങ്കിലും സംഭവിച്ചാൽ, അത് അയാളുടെ ജീവനാശം സംഭവിക്കുകയോ അല്ലെ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കിം ജോങ് ഉന്നിൻ്റെ ഉത്തര കൊറിയക്കാരനായ ഒരു പൗരനുണ്ടായാൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ഭൂമുഖത്തുണ്ടാകില്ല എന്ന ഒരു വലിയ വെല്ലുവിളി ഉത്തര കൊറിയ നടത്തിയിട്ടുണ്ട്. ഉത്തര കൊറിയ അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ തൻ്റെ കയ്യിലിരിക്കുന്ന ഒറ്റ മിസൈൽ മതി അതിനെ ആ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാനെന്ന അതിശക്തമായ വെല്ലുവിളിയാണ് കിം ജോങ് ഉൻ നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ, അത്രത്തോളം ശക്തിമത്തായ ഒരു രാജ്യമാണ് ഇതെന്നും, അതായത് ഉത്തര കൊറിയയെന്നും, അതിനേക്കാൾ ശക്തിമത്തായ ഒരു ശരീരവും മനസ്സുമായി നടക്കുന്ന ഒരാളാണ് അവിടുത്തെ പ്രസിഡൻ്റായ കിം ജോങ് ഉൻ എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ അമേരിക്കയ്ക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അമേരിക്ക ഇപ്പോൾ പൊതുവിൽ ഒരു ധാരണ പരത്തുന്നത് ഇവിടെ ആയുധശേഖരം കുറവാണ്.
അതായത് ഇവർക്ക് പിന്നെ ആയുധശേഖരം പൊതുവിൽ ഉത്തര കൊറിയയ്ക്ക് കുറവാണ്. അതെന്തോ 57 മാത്രമേ ഉള്ളൂ ആണവായുധമായി ഇറാൻ്റെ ഉത്തര കൊറിയയുടെ കയ്യിലുള്ളത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ദക്ഷിണ കൊറിയ പറയുന്നത് എന്താണ്? അവരുടെ കയ്യിൽ 80 മുതൽ 120 വരെയുള്ള ആണവായുധങ്ങൾ അവരുടെ കൈവശമുണ്ട്. ഈ പറയുന്ന ഉത്തര കൊറിയയുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഈ പറയുന്ന ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു അർബുദമാണ്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇറാനിൽ നയതന്ത്ര സ്ഥാനങ്ങളിൽ വളരെ കൃത്യമായി പരിശീലനം സിദ്ധിച്ച അതിവിദഗ്ധന്മാരായ ഒരു വിഭാഗം ആളുകൾ ഇറാനിൽ ഉത്തര കൊറിയയുടേതായിട്ടുണ്ട്. അവരുടെ പല തന്ത്രപ്രധാനമായ പല പൊസിഷനിലും ഈ ഉത്തര കൊറിയക്കാരുണ്ട്. അതുകൊണ്ടാണ് ഉത്തര കൊറിയയിലെ ഏതെങ്കിലും ഒരു പൗരന് ജീവനാശം സംഭവിച്ചാൽ ഇസ്രായേൽ പിന്നെ ഭൂമുഖത്തുണ്ടാകില്ല എന്ന് വെല്ലുവിളിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഉത്തര കൊറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തലവൻ അവിടുത്തെ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കും. ഇതാണ് അവിടെ സംഭവിച്ചൊരു കാര്യം. അപ്പം ഇനിയിപ്പം ചെയ്യുന്ന ഇത്രയും വലിയ ആണവായുധം ഏകദേശം 80 മുതൽ 120 വരെ ഉണ്ടെന്ന് ദക്ഷിണ കൊറിയ അവകാശപ്പെടുകയാണ്. അതായത് ഇവർക്കുണ്ട് എന്നുള്ളത്. അത് അവരുടെ പാർലമെൻറ്റിലാണ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഇനിയിപ്പം ഉന്നിനോട് അല്ലെങ്കിൽ കിം ജോങ് ഉൻ എന്ന് പറയുന്ന ആ നേതാവിനോട് അല്പസ്വല്പം മര്യാദ കാണിക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ പറയുന്ന വലിയ അഭിപ്രായ വ്യത്യാസം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ തമ്മിൽ. അപ്പം ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവരുമായി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു നയതന്ത്ര ബന്ധം പുനരാരംഭിക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക് അവർ പോവുകയാണ്. അപ്പോൾ അതായത് കിം ജോങ് ഉന്നുമായി വീണ്ടും ഒരു കൂടിക്കാഴ്ച കൂടി നടത്താൻ താൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊരു അനുനയ ചർച്ചയിലേക്ക് പോവുകയാണ്. അപ്പം പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ഈ നയതന്ത്ര ബന്ധം ഒന്നുകൂടി ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ ഒന്ന് ശരിയാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറയും, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പരമാവധി നടത്തി വരികയാണ് എന്നുള്ള പിന്നെ ഒരു അഭിപ്രായമാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദക്ഷിണ കൊറിയയുമായിട്ടുള്ള ഈ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ US വെട്ടിക്കുറച്ചിരുന്നു. അതിന് പിന്നാലെ ആണ് ഈ പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ സൈനിക അഭ്യാസങ്ങൾ കാണിക്കുമ്പോൾ അതൊരു പ്രകോപനപരമായ സംഭവമാണ് എന്നൊക്കെയുള്ള ഒരു നിലയ്ക്ക് ഉത്തര കൊറിയയ്ക്ക് തോന്നിയിട്ടുണ്ട്. ഈ പറയുന്ന ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണക്കുകൾ പ്രകാരം ഈ പറയുന്ന ഉത്തര കൊറിയയുടെ കയ്യിൽ ഏകദേശം 60ഓളം വാർഹെഡുകൾ സമാഹരിച്ചിട്ടുണ്ട്. കുറഞ്ഞത് 30 എണ്ണം കൂടി നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഈ പറയുന്ന ഉത്തര കൊറിയയുടെ കയ്യിലുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിന് ഇനി അമേരിക്കൻ കോൺഗ്രസ് റിസർച്ച് സർവീസിൻ്റെ റിപ്പോർട്ടും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ 2018-19 കാലങ്ങളിൽ കിം ജോങ് ഉന്നും അതോടൊപ്പം തന്നെ ട്രംപും തമ്മിൽ ഒരു വലിയ ഉച്ചകോടികളൊക്കെ ഈ 18-19 കാലയളവിൽ നടന്നിരുന്നു. പക്ഷേ ആണവായുധം ഉപേക്ഷിക്കണം എന്നുള്ളതായിരുന്നു ട്രംപ് അന്ന് ഉത്തര കൊറിയയോട് പറഞ്ഞിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും കിം ജോങ് ഉൻ എന്തായിരിക്കും പറയുന്നത്? വേറെ പോയി പണി നോക്കാൻ പറയും. അപ്പോൾ അങ്ങനെ വന്നതോടുകൂടി ഇതിനകത്തൊരു ഐക്യതയിൽ എത്തിപ്പെടാൻ കഴിയാതെ വന്നതോടുകൂടി ട്രംപിനോട് അതിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ശ്രമങ്ങൾ, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഉച്ചകോടിയുടെ ശ്രമങ്ങൾ ഇതോടുകൂടി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ വീണ്ടും ഈ പറയുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ എന്തായാലും പുനരാരംഭിക്കാം എന്നുള്ള നിലയിലേക്ക് അമേരിക്ക തയ്യാറാവുന്ന സമയത്താണ് ഈ രീതിയിലുള്ള ഒരു ചർച്ച, അതായത് 57 ആണോ 60 ആണോ ഇനി 80 ആണോ 120 ആണോ എന്നൊക്കെ പറയുന്ന ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അമേരിക്കയും ദക്ഷിണ കൊറിയയും തമ്മിൽ നടത്തുന്ന ഇത്തരം സൈനിക അഭ്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനെ ഒരു സംശയദൃഷ്ടിയോടുകൂടിയാണ് ദക്ഷിണ കൊറിയ കാണുന്നത്. പ്യോങ്യാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു രാഷ്ട്രീയ വിജയമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇറാനുമായുള്ള US-ൻ്റെ നിലപാടുകളെ ഈ ദക്ഷിണ കൊറിയ പിന്തുണയ്ക്കാത്ത പശ്ചാത്തലമുണ്ട്. ദക്ഷിണ കൊറിയ ഈ പറയുന്ന ഈ ഒരു US-ൻ്റെ നിലപാടിന് ദക്ഷിണ കൊറിയയ്ക്ക് വലിയ താല്പര്യമില്ലാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിലാണ് വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തുണ്ടാകാവുന്നൊരു പ്രശ്നം, അമേരിക്കയ്ക്ക് പിന്നൊരു കയ്യബദ്ധം പറ്റി ഇറാനിൽ നിൽക്കുന്ന ഏതെങ്കിലും ഉത്തര കൊറിയൻകാർക്ക് പണി കിട്ടിക്കഴിഞ്ഞാൽ ഉത്തര കൊറിയ എന്ന് പറയുന്ന ഒരു കണക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് വേറൊരു തരത്തിലേക്ക് പോകും. ഇനി ഇസ്രായേൽ പ്രകാരമാണ് വരുന്നതെങ്കിൽ ഇസ്രായേലിനെ തുടച്ചു നീക്കുന്ന തരത്തിലുള്ള നീക്കം ഉണ്ടാവുകയും ചെയ്യും. ആണ് തുടക്കത്തിലെ സൂചിപ്പിച്ചത്. ഇന്ന് ലോകരാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട ഒരു ഭരണാധികാരി ഡൊണാൾഡ് ട്രംപ് അല്ല, മറിച്ച് ഉത്തര കൊറിയയുടെ നേതാവായ അല്ലെങ്കിൽ തലവനായ കിം ജോങ് ഉൻ തന്നെയാണ് ഭയക്കേണ്ട, അല്ലെങ്കിൽ ട്രംപ് പോലും ഭയക്കേണ്ട
നെതന്യാഹു പോലും ഭയക്കേണ്ട ഒരു പോരാളി എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. അതോടൊപ്പം ഇറാനെ അത്ര വില കുറച്ച് കാണാനും കഴിയില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ കൈവശമുള്ള ആയുധങ്ങൾ ഇനിയും എടുക്കാത്ത എത്രയോ എണ്ണമുണ്ട്. അമേരിക്ക നിരായുധീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആയുധങ്ങളെല്ലാം ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇറാൻ്റെ ഒരു യുദ്ധത്തെ അങ്ങോട്ട് പ്രതിരോധിക്കാൻ തക്ക ശേഷി അവർക്കില്ലാതെ പോവുകയും ചെയ്യും. ഇനി അതുമാത്രമല്ല, കരയുദ്ധത്തിലും എന്തുകൊണ്ടാണ് വ്യോമയുദ്ധം ഒഴിവാക്കിക്കൊണ്ട് കരയുദ്ധത്തിലേക്ക് ഈ പറയുന്ന നെതന്യാഹു ആണെങ്കിലും നമ്മുടെ അമേരിക്ക ആണെങ്കിലും പരിശ്രമിക്കാത്തത്? അതിലും ഈ വളരെ പരിശീലനം സിദ്ധിച്ച ഒരുപാട് ആൾക്കാർ ഇറാൻ്റെ കൈവശം തന്നെയുണ്ട്. തന്നെയല്ല, പേർഷ്യൻ പോരാട്ട വീര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് ഈ പറയുന്ന ഇറാൻ്റെ ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഇറാനെ കരയുദ്ധത്തിൽ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ പാടാണ്. അത് രണ്ട് വശത്തും ആൾനാശം കൂടുതൽ സംഭവിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ ഇറാനെ അത്രയ്ക്ക് നേരിട്ട് കയറി അല്ലെങ്കിൽ വ്യോമയുദ്ധത്തിനപ്പുറത്തേക്ക് ഒരു കരയുദ്ധം എന്ന് പറയുന്ന നിലയിലേക്ക് കൂടി കാര്യങ്ങൾ പോകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പം ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം അത്ര കണ്ട് മോശപ്പെട്ടിട്ടില്ല എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം.